ഹേ ഗൈസ്, ഭയങ്കര പ്രൗഡ് മൊമെന്റിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. കാരണം പീക്ക് ലെവൽ എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പോൾ എൻ്റെ അടുത്ത് ഇരിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ കേരളത്തിലെ യങ്ങസ്റ്റ് ട്രക്കർ, അങ്ങനെ വേണം ഇദ്ദേഹത്തിനെ പറയാൻ വേണ്ടിയിട്ട്. ഇദ്ദേഹത്തിന്റെ പേരാണ് നിളൻ. നിളന് 7 വയസ്സായി. 7 വയസ്സ്. ഏത് സ്കൂളില്? ഭാരതീയ വിദ്യാഭവൻ. അതായത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ എവറസ്റ്റ് ബേസ് ക്യാമ്പിലായിരുന്നു ട്രക്ക് ചെയ്തത്. എങ്ങനെ ഈ ഡിസിഷൻ എടുത്തു ഈ 7 വയസ്സിൽ? എനിക്കിപ്പോ കേൾക്കുമ്പോ കൈ വിറയ്ക്കുന്നു, ടെൻഷൻ അടിച്ചിട്ടും. എന്താ പറയാ, ഒന്ന് പോയി നോക്ക്. വേണ്ട വേണ്ട വേണ്ട. എങ്ങനെ ഈ വിറയലുണ്ടെങ്കിൽ എങ്ങനെ നമ്മൾ പോകുന്നത്? ശരിക്കും അവിടെ ഒന്നാമത് തണുപ്പ്. ഇതൊക്കെ എങ്ങനെയാ, ഈ സപ്പോർട്ട് എങ്ങനെയാ കിട്ടിയ? അമ്മയാണ്. ഓക്കെ, അമ്മ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. അനുശ്രീ എന്ത് ചെയ്യുന്നു? ഞാൻ ബേസിക്കലി ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ്. ഫ്രീലാൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ സ്റ്റിച്ചിങ്ങിനോട് ഒരു പാഷൻ ഉള്ളത് കൊണ്ട് ഇൻസ്റ്റാഗ്രാം ത്രൂ സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്യുന്നു. ശരി. എങ്ങനെയാ ഈ ട്രക്കിംഗ്, ഈ ഒരു ഹരം? ട്രക്കിംഗ് കുഞ്ഞിലെ എൻ്റെ വീട് കോഴിക്കോടാണ്. അപ്പൊ ഞങ്ങളെ വീടിന്റെ പുറകിൽ ഒരു ചെറിയ മലയുണ്ട്, അവിടെ ആര്യാട് മല. പിന്നെയാണെങ്കിൽ എന്റെ ഒരു ഫ്രണ്ടിനെയും കൂട്ടി അങ്ങനെ ആര്യാട് മല പോയിട്ടുണ്ട്. എന്റെ അമ്മേരെ അച്ഛനാണെങ്കിൽ കുറച്ച് നെല്ലിക്കയൊക്കെ അവിടുന്ന് ചെടിയൊക്കെ വെട്ടി തന്നു. ഇത്തിരി പുളിപ്പുണ്ട്. മലയില് നെല്ലിക്ക ഉണ്ടായിരിക്കും, കാട്ടു നെല്ലിക്ക ഉണ്ടായിരിക്കും. പിന്നെയാണെങ്കിൽ ഒപ്പത്തിനാണെങ്കിൽ എന്തോ ഒരു സൗണ്ട് കേട്ടപ്പോ എന്നെ കാടിന്റെ അവിടെ ഇങ്ങനെ വെട്ടി വെച്ച് ഇങ്ങനെ ആക്കി. പിന്നെ സൗണ്ട് വന്നിട്ടില്ല. പുലിയല്ലോ ആയിരിക്കും. ഒരു പുച്ഛമുണ്ട് നിളന്നെ സംസാരിക്കുമ്പോഴേ. അനുശ്രീ, അപ്പോ മകനെ കൊണ്ട് ഒരു എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് പോവാ, ട്രക്കിങ്ങിന്, അത് ഭയങ്കര സംഭവമാണ് ശരിക്കും. 7 വയസ്സ്. എന്തിനാ ഇങ്ങനെ ഒരു ഡിസിഷൻ? ഡിസിഷൻ എടുക്കാനുള്ള റീസൺ അവൻ തന്നെയാണ്. കാരണം ഞാൻ ഇങ്ങനെ ഒരു ട്രക്കിംഗ് പോകുന്നു എന്ന് പ്ലാൻ ചെയ്തപ്പോ എന്റെ അടുത്ത് ചോദിച്ചു, അമ്മ എല്ലാ ട്രക്കിങ്ങിനും എന്നെ കൊണ്ടുപോകുന്നില്ലല്ലോ, അമ്മ ഒറ്റയ്ക്കല്ലേ പോകുന്നു. അപ്പൊ ഞാൻ മറ്റു ട്രക്കിങ്ങൾ കഴിഞ്ഞ് വരുമ്പോൾ അതിന്റെ കഥകളൊക്കെ കേൾക്കുമ്പോൾ ഇവൻ ചോദിക്കാറുണ്ട് എന്നെ എന്താ കൊണ്ടുപോകാറ്. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യനില് വെറുതെ ഒന്ന് ഞാൻ ഷെയ്ഖ് ഹസൻ സാറാണ് ഞങ്ങളെ കൊണ്ടുപോയത്. അപ്പൊ സാറുമായിട്ട് സംസാരിച്ചപ്പം കുട്ടികൾക്ക് അവിടെ പോകാൻ പറ്റും എന്നുള്ള ഇത് കണ്ടപ്പോൾ ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു. ഓക്കെ. നിളൻ, ഈ എവറസ്റ്റിൽ പോയപ്പോ എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടത്? അതിനെ ജസ്റ്റ് ഒന്ന് പെട്ടെന്നൊന്ന്. കുതിരപ്പുറത്ത് കയറി എവറസ്റ്റ് ബേസ് ക്യാമ്പ് എത്തി. പിന്നെ പല്ല് കഴിക്കണ്ട, അത് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? അവിടെ പല്ല് കഴിക്കാൻ എന്താ ചെയ്യുന്ന ശരിക്കും? കാഠ്മണ്ഡു എത്തിയപ്പോഴായിരുന്നു പല്ല് കഴിക്കുന്നത്. പിന്നെ എത്ര ദിവസം പല്ല് കഴിക്കാതിരുന്നേ? പല്ല് തേച്ചു, പക്ഷെ പ്രോപ്പറായിട്ട് ബ്രഷിംഗ് ഒന്നും നടക്കൂല. കാരണം നല്ല തണുത്തുള്ള ഫ്ലാസ്കിലെ വെള്ളം യൂസ് ചെയ്തിട്ടാണ്. മനസ്സിലായി. അപ്പൊ മൗത്ത് വാഷ് സ്മെല്ലുണ്ടെങ്കിൽ മാത്രമേ മൗത്ത് വാഷ് ഇടുള്ളൂ, അല്ലെങ്കിൽ അതും ഇല്ല. ഓക്കെ, ശരി. അപ്പൊ ടോയ്ലറ്റ് ഒക്കെ എങ്ങനെയായിരുന്നു? ടോയ്ലറ്റ് ഒക്കെ ബുദ്ധിമുട്ടായിരുന്നു കുറച്ച്. കാരണം നമ്മൾ താമസിക്കുന്ന കുറെ റൂമിലുള്ളവർക്ക് എല്ലാവർക്കും കൂടെ കോമൺ ആയിട്ടുള്ള ടോയ്ലറ്റ് ഒക്കെയാണ്. അപ്പം ഹൈജീൻ ഇഷ്യൂ നല്ലോണം ഉണ്ട്. പിന്നെ അങ്ങനെയുള്ളത് നമ്മൾ ഇവിടെ മടി കാണിക്കുന്ന പല കാര്യവും നമുക്ക് അവിടെ വേറെ വഴിയില്ല. ഇതൊന്നും നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റാത്ത കാര്യങ്ങളല്ലേ. 7 വയസ്സുകാരൻ കേരളത്തിൽ നിന്നും ഇപ്പോ ട്രക്കിങ്ങിന് പോയിരിക്കുകയാണ് എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ. ശരിക്കും ഇതൊരു റെക്കോർഡ് തന്നെയാണ് അല്ലേ? വേറെ ആരെങ്കിലും ഇതിന് താഴെ അങ്ങനെ എല്ലാം നോക്കിയിട്ടുണ്ടോ ഇന്ത്യയിൽ? അങ്ങനെ ഇന്ത്യയിലുണ്ട്, പക്ഷെ കേരളത്തിൽ ഇല്ല. അപ്പൊ അതൊരു റെക്കോർഡ് നേടാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടോ? നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട്, അതിൽ ക്വാളിഫൈ ആയിട്ടുണ്ട്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡും ക്വാളിഫൈ ആയിട്ടുണ്ട്. പക്ഷെ കുറച്ച് ഫിനാൻഷ്യൽ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മളിപ്പം അത് പ്രൊസീഡ് ചെയ്യുന്നില്ല. മനസ്സിലായി. അപ്പോൾ എന്തായാലും നിളനും അതുപോലെ തന്നെ നിളന്റെ അമ്മ അനുശ്രീയാണ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് ക്ലബ് FM 94.3. ശരിക്കും നിളനെ ഇവിടെ മാത്രമാണ് ശരിക്കും എന്താണ് അനുശ്രീക്ക് എത്ര വയസ്സായി? എനിക്ക് 33. മകന് 7 വയസ്സ്. എന്തായാലും നിങ്ങൾ രണ്ടുപേരും കൂടെയാണ് എവറസ്റ്റ് ബേസ് ക്യാമ്പിലെ ട്രക്കിങ്ങിന് പോയത്. കേരളത്തിൽ നോക്കുമ്പോൾ യങ്ങസ്റ്റ് ബേസ് ക്യാമ്പ് ട്രക്കറാണ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് നിളനും അനുശ്രീയും. ക്ലബ് FM 94.3യിലേക്ക് സ്വാഗതം. ഹസ്ബൻഡ് വന്നില്ലേ കൂടെ ട്രക്കിംഗ്? എന്ത് പറ്റി? പേടിയല്ല, പുള്ളി നമുക്കുള്ള സപ്പോർട്ട് തന്നു. പിന്നെ ട്രക്കിങ്ങിനെക്കാളും പുള്ളിക്ക് ട്രിപ്പാണ് ഇഷ്ടം. പുള്ളിക്ക് ഭയങ്കര സമാധാനമായിരിക്കും നിങ്ങൾ പറഞ്ഞു വിടാൻ. എത്ര ദിവസത്തേക്കാണ് നിങ്ങൾ പോയത്? ഞങ്ങൾ മൊത്തം 17 ദിവസം. 1-ാം തീയതി ഇവിടുന്ന് പോയിട്ട് 17-ാം തീയതി തിരിച്ചെത്തി. എവറസ്റ്റിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അനുശ്രീക്ക്. അത് പെട്ടെന്നാണ് ആ ആഗ്രഹം വന്നത്. കാരണം ഒന്ന് നമ്മൾ കുഞ്ഞിലെയൊക്കെ ബുക്കുകളിൽ മാത്രം കണ്ടിട്ടുള്ള ആ ഒരു ഇത്. പിന്നെ പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ ഇരുന്നിട്ട് ഞാൻ ഈ മാനിഫെസ്റ്റേഷനിൽ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ പോകണം, കിളിമാഞ്ചാരോ പോകണം, മൗണ്ട് കേറ്റ് പോകണം, അങ്ങനെയൊക്കെ ഒരു ദിവസം വെറുതെ ഇരുന്ന് ഇങ്ങനെ ഞാൻ എന്നോട് തന്നെ സംസാരിച്ചുകൊണ്ടിരുന്ന ദിവസമാണ് ഇതേപോലെ ഷെയ്ഖ് ഹസൻ സാറിന്റെ ഒരു പോസ്റ്റ് കാണുന്നത്. കേരളത്തിൽ നിന്നുള്ള ഫസ്റ്റ് ലേഡീസ് ഓൺലി ബാച്ചിനെ കൊണ്ടുപോകുന്നു. അപ്പം എനിക്ക് യൂണിവേഴ്സ് ഞാനുമായിട്ട് കണക്ട് ആയ പോലെ ഒരു ഫീൽ ആയിരുന്നു. ഞാൻ അപ്പം തന്നെ കോൺടാക്ട് ചെയ്തു, ഞാൻ കൺഫേം ചെയ്തു. പക്ഷെ മോന്റെ കാര്യത്തിൽ അപ്പോഴും ഡൗട്ടായിരുന്നു കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. കാരണം കുറേ റിസ്കുകളുണ്ട്. പിന്നെ അപ്പം ആ റിസ്ക് എല്ലാം ഫേസ് ചെയ്യാൻ നമ്മൾ തയ്യാറായിട്ട് വേണം പോവാൻ. അപ്പം കുറച്ച് സമയം എടുത്താണെങ്കിലും അവന്റെ കാര്യത്തിൽ തീരുമാനിച്ചു. എന്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. ഷെയ്ഖ് എന്ത് പറഞ്ഞു ശരിക്കും ഇത് മോനെയും കൂടെ കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോൾ? പുള്ളി ആദ്യമേ ഹാപ്പിയാണ്. പുള്ളിയാണ് എനിക്ക് മോട്ടിവേഷൻ തന്നത്. എന്തായാലും കൊണ്ടുപോകണം. എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നിങ്ങൾ ഫേസ് ചെയ്തത്? ഇവിടുന്ന് പോകുമ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇവനെ പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളത് ഒരു ടാസ്ക് ആയിരുന്നു. കാരണം എണീപ്പിക്കണം, നടക്കാൻ കൊണ്ടുപോകണം. ഒരു ഓൺ ആൻ ആവറേജ് 7
കിലോമീറ്റർ എൻ്റെ കൂടെ നടക്കുമായിരുന്നു. പിന്നെ ചില ദിവസം എൻ്റെ കൂടെ ജിമ്മിൽ വരും. അവനെ കൊണ്ട് പറ്റാവുന്ന വർക്കൗട്ട്സ് ട്രെയിനേഴ്സ് ചെയ്യിപ്പിക്കും. മെയിൻ ആയിട്ടുള്ളത് അതായിരുന്നു ഉള്ളത്. പിന്നെ ആള് കളികളിലോട്ട് മൈൻഡ് മാറുമ്പോൾ ഈ ഒരു ട്രാക്ക് നിന്ന് മാറുമ്പം ഇടയ്ക്ക് തന്നെ ചിത്രം ഞാൻ വരുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യുന്ന ഞാൻ ഞാനും മോനും ബേസ് ക്യാമ്പിൽ നിൽക്കുന്ന രീതിയിൽ ഒരു പടം ക്രിയേറ്റ് ചെയ്ത് വെച്ചിരുന്നു. ഞാനത് കാണിച്ചിട്ട് ചോദിക്കും നമുക്ക് ഇതേപോലെ നിൽക്കണ്ടേ. അപ്പം എൻ്റെ അടുത്ത് പറയാം. അതേപോലെ ഞാൻ ഡൗൺ ആവുന്ന ദിവസം എൻ്റെ അടുത്ത് പറയാം അമ്മ നമുക്ക് അതുപോലെ പോയി നിൽക്കണ്ടേ നമ്മൾ നടക്കുക. അപ്പം ഞാൻ ചിലപ്പം നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയും ഇനി മതിയല്ലേ നില ഇന്ന് ഇനി നടക്കണ്ടല്ലേ. ഇല്ല അമ്മ നമുക്ക് പോകണ്ടേ, നമുക്ക് ഇത്രയും ദൂരം പോകണ്ട, നമുക്ക് ഇതുപോലെ പോയി നിൽക്കണ്ടേ എന്നൊക്കെ ഇങ്ങോട്ടും ചോദിക്കും. അതെ. അപ്പം റിയൽ ആയിട്ട് അവിടെ പോയി നിന്നപ്പം നമുക്കത് ഭയങ്കര പ്രൗഡായിരുന്നു, നമ്മളെ കൊണ്ട് സാധിച്ചു എന്നുള്ളത്. ഇപ്പം ശരിക്കും ഈ സ്റ്റോറിയൊക്കെ നമുക്കൊരു പ്രൗഡ് മൊമെന്റ് ആണ് ശരിക്കും. യങ്ങസ്റ്റ് ട്രക്കർ ഫ്രം കേരള എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ ഈ ഫോട്ടോസ് സഹിതം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു രക്ഷയില്ല. നിലൻ, ഇതിൽ ഞാൻ ഒരു ഫോട്ടോ കണ്ടല്ലോ, ഇത് എവിടെ നിൽക്കുന്ന അമ്മയും മോനും ഒരു ബിബൊക്കെ പിടിച്ചിട്ട് സാധനം? ലുക്ല എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ പേരാണ്. അവിടുത്തെ പ്രത്യേകത എന്താണ്? അവിടെ ഹെലിപാഡ്സും പിന്നെ ഒരു കുഞ്ഞ് എയർപോർട്ടും. അത് രാംചേപ്പിലുണ്ട്, ലുക്ലയിലുണ്ട്. ലുക്ലയിലെ എയർപോർട്ടാണ് ഏറ്റവും വേൾഡിലെ ഡേഞ്ചറസ്റ്റ്. അതെ, വേൾഡിലെ ഡേഞ്ചറസ്റ്റ് എയർപോർട്ടാണ്. ആണല്ലേ? അതെ അതെ, കാരണം ഫുള്ള് മലയിടുക്കുകളാണ്. അത് പൊട്ടിയ പിന്നെ കൊക്കയിലേക്ക് വീഴും. പിന്നെ എപ്പോഴും പാറയൊക്കെ വീഴുള്ളൂ. എന്താ? പിന്നെ എപ്പോഴും പാറ ഇങ്ങനെ റോൾ ചെയ്ത് വീഴും. പാറ റോൾ ചെയ്ത് അവിടേക്കാണ് പോയതല്ലേ? ഇനി ഒരു അവസരം കിട്ടിയാ പോവാന്നല്ലേ? ഈ കയ്യിൽ പിടിച്ചേക്കുന്നത് എന്താണ് ഈ കവറൊക്കെ? അതിനകത്താണ് ട്രാഷ് വേസ്റ്റ്. അനുശ്രീ, അതെന്തായിരുന്നു സംഭവം? നിങ്ങള് രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട്. ഒന്ന് നിലന്റെ ഈ പ്രായം കുറഞ്ഞ ഒരു ട്രക്കിങ്ങും, പിന്നെ രണ്ടാമത്തെ കാര്യം നമുക്കൊരു എൻവയോൺമെന്റൽ മിഷൻ ഉണ്ടായിരുന്നു. നമ്മൾ ശരിക്കും അങ്ങോട്ട് പോകുന്ന ട്രെയിനിൽ കളക്ട് ചെയ്യണമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അത് നമുക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു. കാരണം ബ്രീത്ത് ചെയ്യാനും പറ്റുന്നില്ല. കാരണം നമ്മൾ കയറുന്ന അനുസരിച്ച് ഓക്സിജൻ കുറഞ്ഞുകൊണ്ടിരിക്കും. മനസ്സിലായി. അപ്പം അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് നമ്മളെടുത്ത് പറഞ്ഞു നമുക്ക് ഓരോ സ്ഥലത്തും ഒന്ന് നമുക്ക് അവിടെ കളക്ട് ചെയ്തിട്ട് നിയറസ്റ്റ് ബിന്നിൽ ഇടാൻ പറ്റും. അല്ല എങ്കിൽ നമുക്ക് അവിടെ ഇത് കളക്ടിങ് പോയിന്റ്സ് ഉണ്ട്. അപ്പം അവിടുന്ന് നമുക്കിത് കളക്ട് ചെയ്തിട്ട് ലുക്ല എന്ന് പറഞ്ഞ, അതായത് ലാസ്റ്റത്തെ എവറസ്റ്റുമായിട്ട് കണക്ട് ചെയ്യുന്ന ലാസ്റ്റ് എയർവേ അതാണ്. അപ്പം അവിടെ നിന്നാണ് എല്ലാ ട്രക്കിങ്ങും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഗോക്യോ ആയാലും ഇതായാലും ഒക്കെ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അവിടെ കൊണ്ടുവന്ന് നമുക്ക് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. അതായത് 80,000 കിലോ വേസ്റ്റിൽ താഴോട്ട് എത്തിക്കേണ്ടതിൽ ഞങ്ങൾക്ക് 3 കിലോ എത്തിക്കാൻ പറ്റി. അമ്മയും മോനും ഒരു രക്ഷയില്ല. ഫുൾ ഗൂസ് ബം സ്റ്റോറീസ് ആണ് കേട്ടോണ്ടിരിക്കുന്നത്. ക്ലബ് FM 94.3. ഞാൻ വാഹിൻ മച്ചാൻ. ഇവിടെ മാത്രമാണ് ടൺ കണക്കിന് ഫൺ. കുറെ സാധനങ്ങൾ മേടിച്ചോണ്ട് പോയിട്ട് വന്നല്ലോ. ഈ ജാക്കറ്റും ഷൂവും ഇതെല്ലാം നല്ലൊരു എമൗണ്ട് ആയി കാണുമല്ലോ. നല്ലൊരു എക്സ്പെൻസ് ആയി. 1 ലക്ഷം രൂപ കഴിഞ്ഞോ? ഒന്നൊന്നുമല്ല, 1255. 1 lakh ഒന്നുമല്ല, into 5. ആണോ? അത്രയൊക്കെ ആയില്ലേ രണ്ടുപേർക്കും കൂടെ? നമുക്ക് അങ്ങോട്ട് ടു ആൻഡ് ഫ്രോ ടിക്കറ്റ്, പിന്നെ നമ്മൾ പാക്കേജിൻ്റെ വന്നു, ഇൻഷുറൻസ് ഉണ്ട്. അതിൽ ഇൻഷുറൻസ് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ നമ്മൾ പോകുന്നതിന് മുന്നേ നമ്മളൊരു ഹെൽത്ത് ചെക്കപ്പ് ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെയുള്ള കുറച്ച് എക്സ്പെൻസുകൾ ഉണ്ട്. പക്ഷെ ഇതിൽ നമുക്ക് ചെറിയൊരു പോർഷൻ നമുക്ക് കുറച്ച് സ്പോൺസേഴ്സ് ഉണ്ടായിരുന്നു. നമ്മളോടൊപ്പം ക്ലബ് FM ജോയിൻ ചെയ്തിരിക്കുന്നത് അനുശ്രീയും അനുശ്രീയുടെ മകനായിട്ടുള്ള നിലനും. നിലന് 7 വയസ്സായതേ ഉള്ളൂ. അതായത് ശരിക്കും കേരളത്തിലെ യങ്ങസ്റ്റ് ട്രക്കറാണ്. അതും എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ പോയ. വീട്ടിന്റെ പിറകിലെ മല കണ്ടിട്ടാണ് ഈ ഒരു മലയിലേക്ക് കയറാൻ വേണ്ടി തീരുമാനിച്ചത്. ഇപ്പൊ എത്ര അടി ഹൈറ്റിലാണ് കയറിയത്? 5364 മീറ്റർ, അതായത് 17,000 അടി. ഇനി ഇത് ബ്രേക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അത് ഉടനെ ഒന്നുമല്ല, പതുക്കെ. കാരണം നമുക്ക് ആഗ്രഹം മാത്രം പോരാ, ഫൈനാൻസ് വേണം. അനുശ്രീ പോയിട്ടുള്ള ട്രക്കിംഗ് ഏതൊക്കെയാണ്? അഗസ്ത്യാർകൂടം, ചൊക്രമുടി, അത് ഇടുക്കിയിലാണ്. പിന്നെ കുതിരമുക്ക്, നേത്രാവതി എന്ന് പറഞ്ഞിട്ട് കർണാടകയിലുള്ളത്. അങ്ങനെ അങ്ങനെയില്ല, ഞാൻ പെട്ടെന്ന് തോന്നുന്നതാണ്. അതാ ഞാൻ പറഞ്ഞത്, എവറസ്റ്റ് ബേസ് ക്യാമ്പ് എനിക്ക് പെട്ടെന്ന് തോന്നിയിരുന്നത്. അപ്പൊ പെട്ടെന്ന് തോന്നി അത് കണക്റ്റായി പോയി. അങ്ങനെയാണ് സംഭവിക്കുന്നത്. അങ്ങനെ ഭയങ്കരമായി പ്ലാൻ ചെയ്തിട്ട് പോകുന്നതല്ല. പക്ഷെ അച്ഛനും മോനും പ്ലാനിങ്ങുകൾക്ക് ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇനി പോകുമ്പോൾ ഭർത്താവിനെയും കൂടെ കൊണ്ടുപോകും ട്രക്കിങ്ങിന്. ഭർത്താവിനൊരു മോട്ടിവേഷൻ വന്നോ? കൂടെ ഉണ്ട്, മൈക്കും കൊണ്ട് എനിക്ക്. ഹായ്, നമസ്കാരം. ടെക്കിയാണ്. ടെക്കിയാണ്. ടെക്കി ഇനി ഇവരോട് യാത്രയ്ക്ക് പോവോ? എങ്ങനെയാണ്? യാത്രയ്ക്ക് പോവാം. പക്ഷേ ഇതാണ്, എനിക്ക് പ്ലാൻഡ് യാത്രകളാണ് എൻ്റെ കൂടുതലുള്ളത്. ഇപ്പം ഈ അൺപ്ലാൻഡ് സംഭവങ്ങൾ വരുമ്പോഴത്തേക്കും ഡിസ്റ്റർബ്ഡ് ആവുന്നുള്ളതാണ്. മനസ്സിലായി. കാരണം ട്രക്കിങ്ങിൽ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ നടക്കണമെന്നില്ല. നമുക്ക് അവിടെ പോകുമ്പോൾ പല ബുദ്ധിമുട്ടുകളും വരാം. ചിലപ്പോൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വിചാരിക്കുന്ന കാര്യം ചിലപ്പോൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. വെതർ കണ്ടീഷൻ നമുക്ക് നോക്കണം. ഇന്ന് നടന്നില്ല എങ്കിൽ നാളെയാവും. അപ്പം നമ്മുടെ എല്ലാ പ്ലാനും മാറും. പിന്നെ അവിടെ കിട്ടുന്ന ഫെസിലിറ്റീസ് ലിമിറ്റഡ് ആണ്. അതുമായിട്ട് ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ഈ ടോയ്ലറ്റ് ഫെസിലിറ്റി നമുക്ക് ഇവിടെ റുട്ടീൻ ജീവിതത്തിൽ നിന്ന് മാറിയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് പോവുക. അവിടെ നമ്മൾ, അതായത് എനിക്ക് തോന്നുന്നു കേരളം വിട്ട് കഴിഞ്ഞാൽ ഈ ഹൈജീൻ ഒരു പ്രശ്നം തന്നെയാണ്. അപ്പൊ അങ്ങനത്തെ എൻവയോൺമെന്റിൽ
പോവാൻ നമ്മൾ ഓക്കെ ആയിരിക്കണം. തിരിച്ചു വന്നപ്പോൾ നിങ്ങൾ എന്തൊക്കെയാ ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്നത്? സന്തോഷം ഏറ്റവും തോന്നിയത് 13 ദിവസം കഴിഞ്ഞിട്ടൊന്ന് കുളിച്ചു. അതായിരുന്നു ഏറ്റവും സന്തോഷം. നമ്മൾ കാഠ്മണ്ഡുവിലെ ഹോട്ടലിൽ വന്നിട്ടാണ് ഒന്ന് പ്രോപ്പറായിട്ട് ഉറങ്ങുന്നത്. ഒന്ന് ഓൾട്ടിറ്റ്യൂഡ് കയറുമ്പോൾ നമുക്ക് ഉറക്കം കുറയും. നമുക്കൊരു കണ്ടിന്യൂസ് ഒരു 1 hour അല്ലെങ്കിൽ 2 hour മാത്രമേ ഉറക്കം കിട്ടുള്ളൂ. പിന്നെ നമ്മൾ കിടക്കും, പക്ഷെ ഉറങ്ങൂല, പെട്ടെന്ന് എണീക്കും, ഒരുപാട് സമയം ഉറങ്ങിയ പോലെ തോന്നും. അപ്പം ഉറക്കം പ്രോപ്പർ അല്ല. ഇപ്പൊ കാഠ്മണ്ഡുവിൽ വന്ന് ഒരു ദിവസം ഞാൻ ഉറങ്ങി, ഞാൻ എണീക്കുമ്പം ചെറിയ ചെറിയ ശബ്ദം കേട്ടാ ഞാൻ എണീറ്റ. ഞാൻ നോക്കിയപ്പോൾ അവിടെ കെറ്റിൽ ഒരാൾ എനിക്ക് വേണ്ടി കാപ്പി ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അവൻ അങ്ങനെയൊക്കെ മാറി. അത് ഭയങ്കര സന്തോഷമാണ്. എപ്പോഴാ ശ്വാസം മുട്ടിയ ഒരു സംഭവം ഈ എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ പോയപ്പം ഭയങ്കരമായിട്ട് അനുശ്രീയുടെ കൺട്രോൾ പോയി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ വന്നെങ്കിൽ? എനിക്ക് ഇതേപോലത്തെ അവസ്ഥ, അതായത് നിലനിപ്പോ മിമിക്ക് ആ സാധനം വന്ന എപ്പോഴാണ്? അത് നമ്മൾ ഈ കയറിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കുണ്ട് ബ്രീത്ത് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. അപ്പൊ നമ്മൾ റെസ്റ്റ് എടുത്ത് കയറണം, അങ്ങനെ തന്നെയുള്ളൂ. കാരണം നമ്മുടെ ഓക്സിജന്റെ ആവശ്യം വല്ലതും വന്നോ? ഇല്ല, അത് നമ്മൾ മെയിൻ, അതായത് എവറസ്റ്റ് സബ്മിറ്റ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ മാത്രമേ ഓക്സിജൻ. ജിമ്മിൽ പോയത് കാര്യമായി? ജിമ്മിൽ പോയത് കാര്യമാണ്. നമ്മൾ നടക്കണം, വർക്കൗട്ട് ചെയ്യണം, ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യണം. എത്ര ദിവസം പ്രിപ്പയർ ചെയ്തു? സെപ്റ്റംബർ തൊട്ട്. ആണല്ലേ? ഓ, അടിപൊളി. ഓക്കെ, ശരി. അപ്പൊ എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട്. നിലനും അനുശ്രീ ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തു. ട്രക്കിംഗ് സ്റ്റോറി കേട്ടു. ഇനി അമ്മയോടെ ട്രക്കിങ്ങിനൊക്കെ പോവോ? എവിടെ പോകാൻ ഇനി പ്ലാൻ, ആഗ്രഹമുള്ളത്? അങ്ങനെ വല്ല നോക്കി വെച്ചിട്ടുണ്ടോ? അടുത്ത അന്നപൂർണ്ണ ബേസ് ക്യാമ്പ്. അവിടെയാണ് പോകാൻ പ്ലാൻ. അവിടെ ദിംബൂച്ച എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. കുംബൂച്ച അറിയാം അവിടെ കുടിക്കാൻ. അതായത് 4400 മീറ്റർ പ്ലസിൽ വരും. അവിടെ എത്തിയ ഒരു ദിവസം ഇവൻ ഇതേപോലെ നല്ല തണുത്ത് മരവിച്ചാണ് എത്തിയത്. അപ്പം ഒരുപാട് കരഞ്ഞ് അവൻ ഉറങ്ങിപ്പോയി. അന്ന് പ്രോപ്പറായിട്ട് ഫുഡൊന്നും കഴിച്ചിട്ടില്ല. കരഞ്ഞാണ് അവൻ ഉറങ്ങിയത്, തണുത്തിട്ട്. നമുക്ക് മതി പോവാന്നൊക്കെ പറഞ്ഞിട്ട്. അന്ന് ഞാൻ ഭയങ്കരമായിട്ട് തകർന്നു. എനിക്കിങ്ങനെ തോന്നി, ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾ ഇവൻ്റെ മേലിൽ പുഷ് ചെയ്യുവാണോ, ഞാൻ ഒരുപാട് അവനെ കഷ്ടപ്പെടുത്തുന്നു, ഞാൻ അവനെ പണിഷ് ചെയ്യുന്നു, അങ്ങനത്തെ ഒക്കെ ഫീലൊക്കെ വന്നു തുടങ്ങി. അത് എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തു. അപ്പം പിറ്റേ ദിവസം ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് തിരിച്ചു പോകണമെങ്കിൽ പോവാം, മോനെ പറ്റുന്നില്ലെങ്കിൽ വേണ്ട, കുഴപ്പമില്ല, നമുക്ക് പിന്നെ വരാം. അപ്പം എൻ്റെ അടുത്ത് ഇല്ല അമ്മ കുഴപ്പമില്ല, എനിക്ക് റെസ്റ്റ് എടുത്ത് പോയാൽ മതി, എനിക്ക് പതുക്കെ പോയാൽ മതി, നമുക്ക് പോവാം, അമ്മ പേടിക്കണം, അമ്മയ്ക്ക് ഞാനില്ലേന്ന്. അപ്പം അങ്ങനെ അതാ ഞാൻ പറഞ്ഞത്, അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇത്രയും നാൾക്കിടയിലും ഈ മോനെ 7 വയസ്സായി. അപ്പം ഇത്രയും നാളും എൻ്റെ കൂടെ ജീവിച്ചെന്നും വേറെ തന്നെ ഒരാളെയായിരുന്നു ഞാൻ അവിടെ കണ്ടത്. എനിക്ക് ഇങ്ങനെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഇത്രയും ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. മറ്റേത് ഞാൻ വിചാരിക്കുന്ന ഒരു അമ്മക്കുട്ടി നമ്മൾ ടിപ്പിക്കലായിട്ടുള്ളതായിരുന്നു. പക്ഷെ അതിനേക്കാളും എനിക്ക് ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നിയിട്ടുണ്ട് അവൻ്റെ അടുത്ത്. ഭയങ്കര സന്തോഷം. എല്ലാം നന്നായി വരട്ടെ. അപ്പോൾ താങ്ക് യു വെരി മച്ച് ജോയിൻ ചെയ്തല്ലേ ക്ലബ് എഫ് എമ്മിൽ. ഗ്രേറ്റ്. കേട്ടോണ്ടിരിക്കുന്നത് ക്ലബ് എഫ് എം ഇവിടെ മാത്രമാണ്. 10 കണക്കിന് ഫൺ. അത് മതി.